നമസ്തേ, ഓം നമഃ ശിവായ. ഇവിടുത്തെ ചോദ്യം കാമാഖ്യ ക്ഷേത്രത്തെക്കുറിച്ചാണ്. എന്താണ് കാമാഖ്യ ക്ഷേത്രത്തിൻ്റെ താന്ത്രികപരമായിരിക്കുന്ന സവിശേഷത എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഭാരതത്തിൽ ക്ഷേത്ര ആരാധന വളരെ പ്രബലമാണ് എന്ന് നമുക്കറിയാം. തന്ത്രശാസ്ത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു തന്ത്രം പൂർണ്ണതയിലേക്ക് എത്തുന്നത് മന്ത്രം, യന്ത്രം, ദേവത സമം തന്ത്രം എന്ന രീതിയിലാണ്. നമ്മൾ തന്ത്ര ഉപാസന ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മന്ത്രം ഉണ്ടായിരിക്കും. അത് ഗുരുവിൽ നിന്ന് ഉപദേശരൂപേണ അല്ലെങ്കിൽ ദീക്ഷാരൂപേണ സ്വീകരിക്കുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത്. മനനാത്ഥറായത്തെ ഇതി മന്ത്ര. മനനം ചെയ്യുന്നവനെ, ജപിക്കുന്നവനെ, ചൊല്ലുന്നവനെ, ഉപാസിക്കുന്നവനെ ഭൗതികവും ആത്മീയവുമായ എല്ലാ ദുഃഖദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന വളരെ ഡിവൈനായിരിക്കുന്ന ശബ്ദതരംഗങ്ങളാണ് മന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രത്തെ സൂക്ഷ്മമായി പ്രതിഫലിപ്പിക്കാൻ തക്ക ശേഷിയുള്ള ഒരു യന്ത്രം ഉണ്ടായിരിക്കും. അത് ഫിസിക്കൽ ഫോമാണെങ്കിലും അത് നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ സൂക്ഷ്മമായ ശക്തിയെ ആ ദേവതയിലേക്ക് എത്തിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ അതിൻ്റെ ഡേറ്റാസ്, SMS വരുന്നത്, വാട്സപ്പ് മെസ്സേജ് വരുന്നത്, നമ്മൾ ഇമെയിൽ അയക്കുന്നത്, ഇതെല്ലാം സൂക്ഷ്മമായി തരംഗങ്ങൾ വഴിയാണ് അല്ലേ? സാറ്റലൈറ്റുകളിൽ നിന്ന് നമ്മളുടെ ഫോണിലേക്കും നമ്മളുടെ ഫോണിൽ നിന്ന് അയക്കുന്നത് സാറ്റലൈറ്റുകളിലൂടെയൊക്കെയാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. എന്നതുപോലെ ഒരു ദേവതയിലേക്ക് എത്താൻ ഉപാസകനെ സഹായിക്കുന്ന ഒരു മധ്യമ മാർഗത്തിലുള്ള ഒന്നാണ് യന്ത്രം എന്ന് പറയാം. അപ്പോൾ ജപിക്കുന്ന മന്ത്രം ആ യന്ത്രത്തിൽ തട്ടി അല്ലെങ്കിൽ യന്ത്രം എന്ന ഡിവൈസിലൂടെയാണ് അടുത്ത ഘട്ടമായ ദേവതയിലേക്ക് എത്തിച്ചേരുന്നത്. ദേവത സൂക്ഷ്മരൂപിയാണ്. ആ സൂക്ഷ്മരൂപിയായ ദേവതയെ സ്ഥൂല രൂപത്തിൽ ആരാധിക്കുന്നതിനാണ് യന്ത്രങ്ങളെല്ലാം. ഇപ്പോൾ ശ്രീയന്ത്രം, അങ്ങനെ വിവിധ യന്ത്രങ്ങളുണ്ട്. ത്രിപുര യന്ത്രം, ഭൈരവ യന്ത്രം, സുദർശന യന്ത്രം, ലക്ഷ്മി യന്ത്രം, കാളി യന്ത്രം, വിവിധ യന്ത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാ സൂക്ഷ്മരൂപിയായ ദേവതയെ സ്ഥൂല രൂപത്തിൽ പ്രപഞ്ചത്തിൻ്റെ ദേവതയുടെ ഗണിതക ശാസ്ത്രപരമായി, തന്ത്രശാസ്ത്രപരമായി നമുക്ക് കണ്ട് തൊട്ട് ആരാധിക്കാനുള്ള ഒന്നാണ് യന്ത്രം എന്ന് പറയാം. ക്ഷേത്ര വിഗ്രഹങ്ങളും ഈ യന്ത്രത്തിന് സമാനമാണ്. അപ്പോൾ മന്ത്രം, യന്ത്രം, ദേവത. ആ യന്ത്രത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ദേവതയിലേക്കാണ്. നാം ജപിക്കുന്ന മന്ത്രത്തിൻ്റെ ശക്തിയെ ആ ദേവതയിലേക്ക് എത്തിക്കുന്ന ഡിവൈസാണ് യന്ത്രം എന്ന് പറയുന്നത്. മൊബൈൽ ഫോണിൽ നിന്ന് നമ്മളൊരു SMS അയക്കുമ്പോൾ മറ്റൊരാളിലേക്ക് കിട്ടുന്നു. അത് മൊബൈൽ ഫോണിലൂടെ സാറ്റലൈറ്റുകളിലേക്ക് എത്തി അവിടെ നിന്നാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. ആ ഒരു സാങ്കേതിക വിദ്യ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, കാമാഖ്യ എന്ന് പറയുന്ന ക്ഷേത്രം വളരെ പ്രശസ്തമായ ഒരു താന്ത്രിക ക്ഷേത്രമാണ്. തന്ത്രശാസ്ത്രത്തിൻ്റെ വാമാചാരവും ദക്ഷിണാചാരവും ഒരേപോലെ ആചരിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കാമാഖ്യ എന്ന് പറയുന്നത്. ഭാരതത്തിൽ അനേകം ദിവ്യ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തന്ത്രശാസ്ത്രപരമായി വളരെയധികം പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് കാമാഖ്യ എന്ന് നമ്മൾ പറയുന്നത്. ഈ കാമാഖ്യ ക്ഷേത്രം ആസമിൽ ഗുവാഹത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നീലാചൽ കുന്നുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ്. അത് ഭാരതത്തിലെ 51 ശക്തിപീഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണത് കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രധാന പ്രതിഷ്ഠയായ കാമാഖ്യ ദേവിക്ക് പ്രത്യേകിച്ച് വിഗ്രഹമില്ല. പകരം അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് പ്രകൃതിദത്തമായി ഒരു ഉറവ, ഒരു ജലധാര ഒഴുകുന്നു. ഒരു ശിലാഫലകമുണ്ട്, ഒരു യോനി രൂപത്തിലുള്ള ഒരു ശിലാഫലകം. അവിടെയുള്ള ഒരു യോനി രൂപത്തെയാണ്, ശിലാരൂപത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാം സൃഷ്ടി നടക്കുന്നതെല്ലാം യോനിയിലൂടെയാണ്. ഇപ്പോൾ ഒരു പ്രജ സൃഷ്ടിക്കപ്പെടുന്ന, ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ സാധാരണ തലത്തിൽ ചിന്തിക്കുമ്പോൾ പുരുഷനും സ്ത്രീയുമായി ബന്ധപ്പെടുകയും പുരുഷ ബീജം സ്ത്രീയുടെ യോനിയിൽ വീഴുകയും അതിൽ നിന്നിട്ട് സ്ത്രീ ഗർഭം ധരിക്കുകയും നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിലുണ്ടായി നമ്മളെല്ലാവരും അമ്മയിൽ നിന്ന്, യോനിയിൽ നിന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് വരിക. ഇതാണ് സാധാരണ സൃഷ്ടി എന്ന് പറയും. അപ്പോൾ ഈ പ്രപഞ്ചമാത്ത മുഴുവൻ സൃഷ്ടിച്ച, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇതെല്ലാം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ വിശ്വദേവതയുടെ അല്ലെങ്കിൽ ആ കാമാഖ്യയുടെ, അമ്മയുടെ
ആ ഒരു യോനിയിൽ നിന്നാണ് സർവ്വതും സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീത്വത്തിൻ്റെയും ആ പ്രജനന ശേഷിയുടെയും ഫെർട്ടിലിറ്റിയുടെയും ഒക്കെ പ്രതീകമായ ആ ഒരു സ്ത്രീത്വത്തെ, ആ സ്ത്രീയുടെ ഒരു യോനിയെ, ആ പ്രപഞ്ച മാതാവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. നമ്മൾ ശ്രീചക്രം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ത്രികോണ രീതിയിലുള്ള ബിന്ദു ത്രികോണ എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് ശ്ലോകങ്ങളുണ്ട് തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ത്രികോണ രൂപത്തിലാണ്, ഒരു യോനി രൂപത്തിലാണ് ഊർജത്തിൻ്റെ സൃഷ്ടിയുടെ തലം എന്ന് പറയും. അപ്പോൾ ആ ഊർജത്തിൻ്റെ സൃഷ്ടിയുടെ തലത്തെയാണ് യോനി പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി ഇതിന് പിന്നിൽ ചില ഐതിഹ്യങ്ങളുണ്ട്. പണ്ട് ദക്ഷയാഗത്തെക്കുറിച്ച് നമ്മൾ പുരാണത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദക്ഷയാഗത്തിൽ സതീദേവി ദേഹത്യാഗം ചെയ്തു. അപ്പോൾ ദേവി ദേഹത്യാഗം ചെയ്തത് കണ്ട് ദുഃഖിതനായ ശിവൻ ആ സതിയുടെ ദേഹത്തെയും എടുത്തുകൊണ്ട് വളരെയധികം ദുഃഖിതനായി ലോകം ചുറ്റി എന്നുള്ളതാണ് കഥയാണ്. അപ്പോൾ അത് കണ്ട് മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ ദേഹത്തെ, സതീദേവിയുടെ ദേഹത്തെ കഷ്ണങ്ങളാക്കി ശിവനെ ആ ഒരു പത്നി ദുഃഖത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് വേണ്ടി. ഇത് പുരാണ കഥയാണ്. അപ്പം അങ്ങനെ ആ സുദർശന ചക്രം കൊണ്ട് ദേവിയുടെ ശരീരത്തെ അനേക കഷ്ണങ്ങളാക്കി. അപ്പം അങ്ങനെ ദേവിയുടെ ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലങ്ങളിൽ വീണു. 51 സ്ഥലങ്ങളിൽ വീണു എന്നാണ്. അങ്ങനെയാണ് 51 ശക്തിപീഠങ്ങൾ. ഇത് പുരാണ കഥയാണ്. താന്ത്രികപരമായി ഇതിന് വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് പിന്നീട് പറയാം. പുരാണ വിശ്വാസപ്രകാരം ദേവിയുടെ യോനീഭാഗം വീണത് ഈ കാമാഖ്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ശക്തിപീഠമായിട്ട് നമ്മൾ ആരാധിക്കുന്നു. അംബുബാച്ചി മേള എന്ന് വെച്ചാൽ ദേവിയുടെ ആർത്തവത്തെ ആരാധിക്കുന്ന ഒരു ഉത്സവമാണത്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ കേരള തന്ത്രപ്രകാരമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ രജസ്വലയാകുന്ന സമയത്ത്, ആർത്തവകാലിനിയാകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോകാറില്ല. അത്തരത്തിലുള്ള ദൈവീകമായ കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാറില്ല, അശുദ്ധി എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട്. പക്ഷെ കാമാഖ്യയിൽ തികച്ചും വ്യത്യസ്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദക്ഷിണാചാരവും വാമാചാരവും, വളരെ സാത്വികമായ ആചാരങ്ങളും അതുപോലെ നമ്മൾ താമസികം, രാജസികം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആരാധനകളുമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഈ അംബുബാച്ചി മേള എന്ന് നമ്മൾ പറയുമ്പോൾ ദേവി രജസ്വലയാകുന്ന ആർത്തവകാലിനിയാകുന്നതിനെ അവരാരാധിക്കുകയാണ്. 3 ദിവസം ക്ഷേത്രം അവിടെ ആ സമയത്ത് അടച്ചിടും. ആ സമയത്ത് ഭക്തന്മാർക്ക് അവിടെ പ്രവേശനം ഉണ്ടാവില്ല. 4-ാം ദിവസം ക്ഷേത്രം തുറക്കും. അങ്ങനെ ആ ദേവി ആർത്തവം ആയ അല്ലെങ്കിൽ ആർത്തവരക്തം പുരണ്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തുണിക്കഷ്ണം, ഒരു ചുവന്ന തുണിക്കഷ്ണം ഭക്തന്മാർക്ക് അവിടെ പ്രസാദമായിട്ട് നൽകുന്നു. ഇത് കയ്യിൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് സൗഭാഗ്യമാണെന്നുള്ളതാണ് വിശ്വാസം. അപ്പം നമ്മൾ യുക്തിപരമായിട്ട് ഇതിനെ ചിന്തിക്കുമ്പോൾ ആർത്തവം ഒരു അശുദ്ധിയാണെന്നും ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലെന്നും ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഇവിടെ അംബുബാച്ചി മേള അല്ലെങ്കിൽ അംബുബാച്ചി ഉത്സവത്തിൽ രജസ്വലയാകുന്ന ആർത്തവയാകുന്ന സ്ത്രീയുടെ ആർത്തവരക്തം പൂണ്ടു, ദേവിയുടെ ആർത്തവരക്തം പൂണ്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ തുണിക്കഷ്ണമാണ് പ്രസാദമായിട്ട് കരുതുന്നത്. അത് അശുദ്ധിയായിട്ട് അവിടെ കണക്കാക്കാറില്ല. ഈ തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ സാധാരണ അശുദ്ധങ്ങൾക്ക് അപ്പുറമാണ് പല താന്ത്രിക അനുഷ്ഠാനങ്ങളും. ഇപ്പം സാധാരണ ശ്മശാനം അല്ലെങ്കിൽ മരണപ്പെട്ട സ്ഥലം ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. പക്ഷേ തന്ത്രശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്മശാന സാധനകൾ അനേകമുണ്ട്. ശ്മശാന ഭൈരവ സാധനയുണ്ട്, ശ്മശാന കാളി സാധനയുണ്ട്, ചുടലഭദ്രകാളി സാധനയുണ്ട്. ചില വീരഭദ്ര സാധനകളൊക്കെ ശ്മശാനത്തിലിരുന്ന് ചെയ്യുന്ന പ്രത്യേക സാധനങ്ങളാണ്. ശവസാധന പോലുമുണ്ട്. മരണപ്പെട്ട ഒരാളുടെ മുകളിൽ കയറിയിരുന്ന് ചെയ്യുന്ന ശവസാധനകൾ പോലും ചില അഘോരികൾ അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സാധാരണ യുക്തിക്കും അപ്പുറമായ കാര്യമാണ്. അയുക്തിയല്ല, യുക്തിക്കപ്പുറമായ ചില ഊർജ്ജവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഈ കാമാഖ്യയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ വളരെ ശുദ്ധമായ തന്ത്രശാസ്ത്രത്തിൻ്റെ ഉപാസനകളുണ്ട്. നമ്മൾ പറയുന്ന മന്ത്രവാദത്തിൻ്റേതായിട്ടുള്ള ഉപാസനകൾ നമുക്കവിടെ കാണാൻ പറ്റും. സാത്വികവും രാജസികവും താമസികവുമായ ആരാധനാ രീതികൾ കാമാഖ്യയിൽ കാണാം. ദശമഹാവിദ്യകളുടെ 10 ദേവിമാരുടെ ഉപാസനാ രീതികളും അവിടെയുണ്ട്.
ഈ 10 ദേവിമാരെയും നമുക്കവിടെ കാണാം. കാളി, ശരിക്കും ദശമഹാവിദ്യ തുടങ്ങുമ്പോൾ കാളിയിലൂടെയാണ് തുടങ്ങുക. വിനാശത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ, ഊർജത്തിൻ്റെ, പ്രപഞ്ച സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ ശക്തിയാണ് കാളി എന്ന് പറയുന്നത്. ശത്രുവിന് വിനാശം വരുത്തുന്നവളാണ്, ഭക്തന് സംരക്ഷണം നൽകുന്നവളാണ്. താരയാണ് 2ാമത് ദശമഹാവിദ്യയിൽ വരുന്നത്. താരകം, അതായത് ആപത്തുകളിൽ നിന്ന് ഭക്തരെ രക്ഷിക്കുന്നവളാണ്, തരണം ചെയ്യിപ്പിക്കുന്നവളാണ് താര എന്ന് പറയും. ഷോഡശി അല്ലെങ്കിൽ ത്രിപുരസുന്ദരിയുടെ സാധന ദശമഹാവിദ്യയിൽ 3ാമതായിട്ട് വരും. ഷോഡശി എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെയും പൂർണ്ണതയുടെയും ദേവിയാണ് ഷോഡശി എന്ന് പറയും. നമ്മൾ ദശമഹാവിദ്യയിൽ ഷോഡശിയെ പറഞ്ഞു. ഇനി ശ്രീവിദ്യയിലേക്ക് വന്നാൽ ഷോഡശി ഉപാസനകളും നമുക്ക് കാണാൻ സാധിക്കും. 4ാമത്തെ ദേവി ഭുവനേശ്വരിയാണ്, ഭുവനത്തിൻ്റെ തന്നെ ഈശ്വരിയായിരിക്കുന്ന ദേവി. അപ്പോൾ നീലാചൽ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കാമാഖ്യ ക്ഷേത്രത്തിനുള്ളിൽ ഈ ഭുവനേശ്വരി പ്രതിഷ്ഠയും നമുക്ക് കാണാം. പ്രപഞ്ചത്തിൻ്റെ നാഥയായി, ഭുവനേശ്വരിയായി അമ്മ ഇവിടെ വിരാജിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. 5ാമത്തെ ദേവി ഭൈരവിയാണ്. എല്ലാ വിനാശകരമായ ശക്തികളെയും നെഗറ്റീവ് ശക്തികളെയും ഇല്ലാതാക്കി ഭക്തന് സംരക്ഷണം നൽകുന്ന അതിശക്തമായ രൂപമാണ് ഭൈരവി. ഭൈരവി ക്ഷേത്രം കാമാഖിയിലുണ്ട്. അതുപോലെ തന്നെ ചിന്നമസ്ത ദേവി, തൻ്റെ തന്നെ തലയറുത്ത് കയ്യിലേന്തി നിൽക്കുന്ന രൂപം, ആത്മത്യാഗത്തിൻ്റെയും അതേപോലെ കുണ്ഡലിനി ഊർജത്തിൻ്റെയും ലൈംഗിക ഊർജത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ചിന്നമസ്തയെ നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ പറയാം. ധൂമാവതി ദേവിയുണ്ട്, വളരെ പ്രായം ചെന്ന ഒരു ദേവിയാണ്. ലോകത്തിൻ്റെ തന്നെ കഷ്ടപ്പാടുകളുടെയും അസ്ഥിരതയും ഒക്കെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ച് മുകളിലേക്ക് പോകാൻ സാധകനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ദേവി കൂടിയാണ് ധൂമാവതി. ഇനി ബഗലാമുഖി ദേവിയുണ്ട്, ശത്രുക്കളെ സ്തംഭിപ്പിക്കുന്ന ദേവിയാണ് ബഗലാമുഖി. മാതങ്കിയുണ്ട്, കലകളുടെയും നൃത്തത്തിൻ്റെയും വാദ്യത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ രൂപമാണ്. സരസ്വതിയുടെ തന്നെ വളരെ ഉയർന്ന താന്ത്രിക രൂപമാണ് മാതങ്കി എന്ന് പറയും. 10ാമത്തെ ദേവി കമലയാണ്. കമല, താമരപ്പൂവിലിരിക്കുന്ന ദേവിയുടെ രൂപം, ഐശ്വര്യത്തിൻ്റെ, ധനധാന്യ സമ്പദ് സമൃദ്ധിയുടെ, ആരോഗ്യത്തിൻ്റെ ദേവിയാണ്. താന്ത്രിക രൂപമാണ് കമല. അപ്പോൾ ഈ ദശമഹാവിദ്യകളിൽപ്പെട്ട ഈ ദേവിമാരുടെ ഒക്കെ പ്രതിഷ്ഠകൾ കാണാം. കാളി, താര, ഷോഡശി അഥവാ ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗലാമുഖി, മാതംഗി, കമല. ഇത് കൂടാതെ തന്നെ പല ശിവക്ഷേത്രങ്ങളും ഈ സമുച്ചയത്തിലുണ്ട്. ശിവൻ ഭൈരവ സങ്കല്പത്തിൽ, താന്ത്രികത്തിലേക്ക് വരുമ്പോൾ ശിവൻ ഭൈരവ രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉമാനന്ദ ക്ഷേത്രം, കാമേശ്വര സിദ്ധക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചെറുക്ഷേത്രങ്ങൾ, ശിവലിംഗങ്ങൾ ഈ കാമാഖ്യ കുന്നുകൾ, നീലാചൽ കുന്നുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടുത്തെ ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. സാത്വിക, രാജസിക, താമസിക രീതിയിലുള്ള പ്രത്യേക ആരാധനാ രീതികൾ ഈ കാമാഖ്യയിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തന്ത്രശാസ്ത്രപരമായ ക്ഷേത്രമാണ് കാമാഖ്യ എന്ന് പറയുന്നത്. യോനി പൂജ, വർഷിപ്പ് ഓഫ് ദി ക്രിയേറ്റീവ് പവർ എന്നാണ് അതിനെ പറയുക. അതായത് താന്ത്രിക സങ്കല്പത്തിൻ്റെ കേന്ദ്രബിന്ദു ഈ സ്ത്രീത്വത്തിൻ്റെ സൃഷ്ടിപരമായ ഊർജമാണ്. നമ്മൾക്ക് ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ സ്ത്രീ ഉണ്ടായിരിക്കണം. സ്ത്രീയുടെ ഉള്ളിലെ സൃഷ്ടി നടക്കൂ. അവളുടെ ഊർജത്തിൽ നിന്നാണ് ഒരു പ്രജ സൃഷ്ടിക്കപ്പെടുന്നത്. ദേവിയാകുന്ന ആ ഊർജത്തിൽ നിന്നിട്ടാണ് ഈ വിശ്വമാകുന്ന ഇത് രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ വിശ്വാസം. യോനീപീഠത്തെ ആരാധിക്കുന്നു, ആദിശക്തിയെ ആരാധിക്കുന്നു, ഊർജമണ്ഡലത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യം പറഞ്ഞതുപോലെ വാമാചാരവും ദക്ഷിണാചാരവുമുണ്ട്. ദക്ഷിണാചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്തന്മാർ നടത്തുന്ന പൂജകൾ, വഴിപാടുകൾ, മന്ത്രജപം തുടങ്ങിയിരിക്കുന്ന സാധാരണഗതിയിലുള്ള ആരാധനകൾ, സാത്വികമായ ആരാധനകളൊക്കെ ദക്ഷിണാചാരത്തിൽ വരും. വാമാചാരതത്പര എന്ന് ദേവിയെ ചില നാമങ്ങളിൽ പൂജിക്കുന്നത് കാണാം. അതായത് അത് തികച്ചും ഗൂഢമാർഗങ്ങളുണ്ട്. അഘോരികൾ, താന്ത്രികർ, സാധുക്കൾ ഇതൊക്കെ നടത്തുന്ന പൂജകൾ, യോനി പൂജ, മഞ്ചമകാര പൂജ, ശ്മശാന പൂജ, അർദ്ധരാത്രിയിൽ ചെയ്യുന്ന പല താന്ത്രിക പൂജകൾ, അത് ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയാണ്, ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതല്ല. ചില പ്രത്യേക വിഭാഗത്തിലുള്ള സിദ്ധന്മാർ, യോഗികൾ, അങ്ങനെ ചില പ്രത്യേക വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചില പൂജകളാണ്. ഇതെല്ലാം അവിടെയുണ്ട്. സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ ആർത്തവത്തിന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. പക്ഷെ കാമാഖ്യയിൽ ഈ ആർത്തവത്തെ തന്നെ ഏറ്റവും വലിയ ആഘോഷമായിട്ട്
കണക്കാക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് സ്ത്രീ ശരീരത്തിലെ ജൈവിക പ്രക്രിയയാണെന്നും അത് ദൈവീകമായ പ്രകൃതിയുടെ ഊർവരത, ഫെർട്ടിലിറ്റി ആയിട്ടാണ് തന്ത്രം ഇവിടെ അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ കാമാഖ്യയിൽ ദേവിയുടെ കൂടെ തന്നെ ഭഗവാൻ ശിവൻ ഭൈരവ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. കാമാഖ്യയിലെ ഓരോ മഹാവിദ്യയ്ക്കും കൂടെ ഓരോ ഭൈരവനുമുണ്ട്. അതായത് ശിവശക്തി സംഗമത്തിലൂടെ മാത്രമേ പൂർണ്ണതയുണ്ടാകൂ. പുരുഷനും സ്ത്രീയും ചേർന്നാലേ സൃഷ്ടി നടക്കൂ, ശിവനും ശക്തിയും ചേർന്നാലേ പ്രപഞ്ച സൃഷ്ടി നടക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാമാഖ്യയിൽ അനേക സിദ്ധന്മാർ, യോഗികൾ, താന്ത്രികർ, മാന്ത്രികർ, പ്രത്യേക തരത്തിലുള്ള വ്യത്യസ്ത സാത്വിക, രാജസിക, താമസിക തരത്തിലുള്ള ആരാധനകൾ, ദക്ഷിണാചാരം, വാമാചാരം, ദിവ്യാചാരം, കൗളാചാരം, സമയാചാരം, മിശ്രാചാരം, അങ്ങനെ വിവിധ തരത്തിലുള്ള ആചരണ രീതികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയധികം പ്രത്യേകതകളുള്ള ഒരു താന്ത്രിക ക്ഷേത്രമാണ് കാമാഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മളുടെ യുക്തി കൊണ്ട് കാമാഖ്യയെ വിലയിരുത്തിയാൽ ആ യുക്തിക്ക് ചില കാര്യങ്ങൾ, അവിടുത്തെ പൂജാവിധാനങ്ങൾ എല്ലാം നമ്മളുടെ യുക്തിക്ക് യോജിക്കണമെന്നില്ല. അത് നമ്മളുടെ യുക്തിയുടെ ഒരു കുഴപ്പമാണ്, പരിമിതിയാണ്. ഇത് യുക്തിക്കും അപ്പുറമായ ഊർജത്തിൻ്റെ, ഊർവരതയുടെ അല്ലെങ്കിൽ ശക്തി ആരാധനയുടെ ഒരു പ്രത്യേക തലമാണ് കാമാഖ്യ എന്ന് പറയുന്നത്. ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് കരുതുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. നമസ്തേ. ഓം നമഃ ശിവായ. ജയ് ജഗദംബ.